വെറുതെ ഇരിക്ക്. നല്ല അസലടി വെച്ചിരുന്നു ഞാൻ. ഓരോ തോന്നിയ ദിവസം കാണിച്ചു വെച്ചിട്ട് കുറുമ്പ് കാണിക്കാം. ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് മേലാ സകലം കുത്തി കീറല്ലായിരുന്നോ? കണ്ടില്ലേ, കലം അടച്ചിട്ട് കാടം പൂച്ചിരിക്കണ പോലെ ഇരിക്കണത്. കൊള്ള ലക്ഷണം അത്. മീര, പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ നീ, തൃശൂർ പൂരത്തിന്റെ അന്ന് തിടമ്പെടുത്ത് നിൽക്കുന്ന തൃപ്രയാർ കേശവനെ പറ്റി? വാലിലെ ഒരു രോമം വെട്ടിക്കെട്ടി, ഒരു മോതിരം വളച്ചു കെട്ടി, മനസ്സിന്റെ പേടി മാറ്റാൻ, ജീവിതത്തിൽ ഒരു മോക്ഷം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞില്ലേ നീ? ആ കേശവന് മതം പൊട്ടിച്ചാൽ പേടിക്കോ നീ? പേടിക്കോ നീ? മതപ്പാടെടുത്ത് പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ച് അതെങ്ങനെ നിന്റെ നേരെ നടന്നു വരുമ്പോ പേടിച്ചു ഓടിക്കളയോ നീ? ഇല്ല ഇല്ല ഏട്ടാ. പിന്നെന്ത് ചെയ്യും നീ? വിളിക്കും ഞാൻ, ഉറക്കെ, സ്നേഹത്തോടെ, ശാസനയോടെ, കേശവാന്ന്. അപ്പോ അടങ്ങിക്കോളും, അനുസരണ കാട്ടിക്കോളും. കാട്ടില്ലാച്ചാല് പിന്നെ കൊല വിളിച്ചാല്? തൃശ്ശൂരിലെ മണ്ണൂത്തിന്ന് ഒരു മയക്ക് വെടിക്കാരനെ വരുത്തുക, എന്നിട്ട് ബ്രൂം മധ്യത്തിൽ ഒരൊറ്റ കാശ് ചരിഞ്ഞോളും. ദാ ഇങ്ങനെ നിന്റെ ഈ ഒറ്റ കൊമ്പൻ കുറുമ്പൻ. സാരി ഉടുത്തപ്പോ ഭാമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ. ഉണ്ടാവണം. സൂര്യ തേജസ് ഉണ്ടായിരുന്ന നാരായണ പിഷാരടിയുടെ മോളല്ലേ അവള്? പടിയിറങ്ങി പോകുമ്പോ കരഞ്ഞിരുന്നോ അവള്? ഉണ്ടാവണം. വെയിലത്ത് വെച്ച വെണ്ണ പോലെയല്ലേ അമ്മ അവളുടെ മനസ്സ്. എവിടെ പായസം, പ്രഥമൻ? പായസം ഒന്നും വെച്ചില്ല എന്റെ കുട്ടിയെ. പറഞ്ഞില്ലായിരുന്നോ ഞാൻ 4 വട്ടം പായസവും പപ്പടവും ഒക്കെ വിളമ്പണമെന്ന്? ആരാ പറഞ്ഞ വേണ്ടെന്ന്? നിന്നെ പടിക്ക് പുറത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെ ഏമായിട്ട് നടത്തണ എന്റെ കുട്ടിയെ? വയ്യാണ്ടായിരിക്കണു എനിക്ക്. അല്ലെങ്കിലും നിന്നെ ചൊല്ലി എനിക്ക് കണ്ണീരല്ലാണ്ട് എന്താ ഉണ്ടായേക്കണേ ഇതുവരെ? എപ്പോഴെങ്കിലും ഏട്ടൻ എന്നെ? ഇല്ല. പുരാന ദില്ലിയിൽ ഒരു ചെരുപ്പ് കുത്തിയായി, ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി, പല വേഷത്തിൽ, പല അവതാരത്തിൽ, പലയിടങ്ങളിലായി 5 കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. പൊറുക്കണം എന്നോട്. എന്തായിരുന്നു മീരയുടെ അവസ്ഥ? മരിക്കാൻ ഒരുങ്ങിയതാ. ഒന്നല്ല, ഒരു 100 വട്ടം. സമ്മതിച്ചില്ല ഈശ്വരന്മാര്. തൊട്ടുപോരുത് എന്റെ ഏട്ടനെ. ആരും അലറി വിളിക്കണ്ട.
ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങള്. ഒരിക്കൽ എന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയതാ. ഇനിയും അങ്ങനെ ഉണ്ടാവുക വെച്ചാ ഒരു കഷ്ണം കയറിന്റെ തുമ്പത്ത് കിടന്നാടും ഈ മീര. വിശ്വനാഥനൊന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്കിത്തിരി വിഷമമുണ്ട്, അറിയാം. എന്നാലും എനിക്ക് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ വിശ്വനാഥൻ. കാലു പിടിക്കാൻ ഞാൻ. ഈശ്വരശാപം കിട്ടണ ഒരു കാര്യം തലയിലെടുത്ത് വെക്കണോ ബാലരാമ? നമ്മള് ഭാരതം മോഹിച്ചൊരു കുട്ടിയല്ലേ അവള്. എന്ത് ഈശ്വരശാപം ദൈവം എടുത്തി? ഒരിക്കലും പന്തലും പണ്ടവും പായസവും ഒക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നില്ലായിരുന്നോ നമ്മള്? ആരാ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്? ആരാ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത്? ഒക്കെ മറന്നു ദൈവം എടുത്തി. എന്നാലും എന്റെ ബാലരാമ, ഒരെന്നാലും ഇല്ല. ഇനി അവനിട്ട് പന്ത് കെട്ടാൻ കൊടുക്കില്ല ഞാൻ എൻ്റെ മോളുടെ ജീവിതം. ഇനി ആർക്കും വേണ്ടാച്ച. പാടത്ത് നെല്ലി തെളിക്കാൻ കൊണ്ടുവച്ച വിഷമുണ്ട് അവിടെ, ക്ഷാരത്ത്. എടുത്തു കൊടുക്കും ഞാൻ എൻ്റെ കുട്ടിക്ക്. ബാലരാമ, അല്ലാതെ ഞാൻ എന്താ പെങ്ങളെ പറയാ? അമ്മ അപ്പുറത്ത് പോ. അമ്മോട് അപ്പുറത്ത് പോവാനാ പറഞ്ഞത്. ചോദിക്കണേല് ബാലമാമയ്ക്കൊന്നും തോന്നരുത്. ശീലാവതി ഒന്നുമല്ല മീര എന്നെനിക്കറിയാം. ഒരുപാട് കാലം ഭരതേട്ടം കൊണ്ടു കടന്ന് ക്ലാവ് പിടിച്ച ഒരു കാഴ്ച പണ്ടം. വിശ്വനാഥ, വിഷമിക്കാൻ പറഞ്ഞല്ല, എന്നോടുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ബാലമാമ വന്നേക്കണത്. അതെ, ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? ചെയ്യാൻ പോണ ഈ മഹാത്യാഗത്തിന് എനിക്കെന്താ കൂലി? കൂലിയില്ലാത്ത പണ്ടം പേറാൻ വിശ്വനാഥനെ കിട്ടില്ല ബാലമാമ. ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് സ്വത്തും മുതലും ഉണ്ട് ക്ഷാരത്ത്. ഒക്കെ മീരയ്ക്കുള്ളത്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാച്ച നിനക്കും. ഈ മാസം 16-ാം തീയതി എനിക്ക് ദുബായിക്ക് മടങ്ങണം. അതിനു മുമ്പേ ആഘോഷമൊന്നും വേണ്ട, ഞാനും 2 ചങ്ങായിമാരും കാണും. മടക്കത്തി മണി കൃഷ്ണൻ പറഞ്ഞൊരു താലിയും കേട്ടാ എന്താ? എന്തായി കുട്ടിയെ കാണിക്കണേ? എനിക്ക് ഇതിപ്പോ കഷായം കഴിച്ചതുകൊണ്ടോ ധാര കോരിയത് കൊണ്ടോ മാറണൊരു ദണ്ണല്ല. പഴക്കം ചെല്ലതിന് തക്കവണ്ണം സൂക്കേടിന് ശക്തി കൂടും. ഇപ്പൊ ശാന്തായിട്ട് നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കണം, ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം. ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളിപ്പോകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം ഇയാളെ. കുട്ടിക്ക് കഴിയോ അതിന്? കഴിയും. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ. 1001 ജപിച്ച നെയ്യ 21 ദിവസം വെറും വയറ്റിൽ ഇതങ്ങോട്ട് കഴിക്കുക. എന്നിട്ടാവാം മറ്റു പ്രതിവിധികള്. ഇതാ അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത്? അതെ. പാടില്ല ശാരടി, ഈ വിവാഹം നടക്കണം. പ്രകൃതിക്ക് പുരുഷൻ, പുരുഷന് പ്രകൃതി. അതാ പൊരുത്തം, അതാ നിയമം. എന്തിനു മടിക്കണം എന്റെ വേദാന്ത പൊരുളെ? ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ. സൂക്കളൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരുന്നുണ്ട് ഞാൻ. ധൈര്യമായിട്ടിരിക്കൂ. അമ്മേ, അമ്മേ, ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്ക. ലക്ഷ്മി, താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക. കുരവ ഇടാൻ അറിയോ ഗോവിന്ദമാമയ്ക്ക്? വീണ്ടും വയ്യാണ്ടായോ ഭരതം നിനക്ക്? ഞാൻ ഭ്രാന്ത് പറയല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാ. ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങി വരിക. കീഴ്പള്ളി നാരായണ നമ്പീശൻ വാക്ക് തന്നു, സൂക്കേടൊക്കെ ഭേദമാക്കി തരാന്ന്. മീരെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു. പറഞ്ഞ വഴിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവളുടെ കഴുത്തിൽ മിന്നു കിട്ടി. അനുഗ്രഹിക്കണം അമ്മയും ഗോവിന്ദമാമയും ഞങ്ങളെ.
കഴുത്തിയാറക്കും. പാടി ഇവിടെ. തൊട്ടുപോരുത് എന്റെ കുട്ടിയെ, കൊല്ലും ഞാൻ ഇയാളെ. എവിടെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മയു കൊയ്യുന്നു മാമേ, കൊല്ലും ഞാൻ ഇയാളെ. ആരാണ്? അമ്മേ, ഗോവിന്ദ മാമേ, തുറക്ക, കഥ തുറക്ക, കഥ തുറക്ക. അമ്മേ, കഥക തുറക്ക. ബാലരാമ, ഏട്ടന് ഇടപെടണ്ട. കൊണ്ടുപോകരുത് അവളെ. കൃഷ്ണൻ അമ്പലത്തിൽ നിന്ന് ഭരതൻ താലി കെട്ടിയ പെണ്ണാവള്. ഭ്രാന്തനാവൻ, ഭ്രാന്തൻ. ഇന്ന് കൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടും, നാളെ ഭദ്രകാളിന്റെ അമ്പലത്തിൽ കൊണ്ടുപോയി കരുത്തിറക്കും. അതിനൊക്കെ ഞാൻ കൂട്ടിക്കണോ? പാടി ഇവിടെ. മീര, കൊണ്ടുപോകരുത് അവളെ. മീര.